ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ രാഹു കേതു മാറ്റത്തിലേക്കാണ് ഇത്തവണ വരുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് രാഹു കേതു മാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിലിപ്പം നമ്മൾ വ്യാഴം മാറിയത് ജന്മത്തിലേക്കായതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് അവർക്ക്. പിന്നെ 10ൽ കണ്ടകശനി ആണെങ്കിൽ പോലും കർമ്മസ്ഥാനത്ത് അവർക്ക് ശനിയെ കൊണ്ട് ഗുണമുണ്ട്. വലിയ മോശമായ സമയമല്ല എന്ന് നമുക്കറിയാം, എന്നാൽ വലിയ ഗുണവുമില്ല. പക്ഷേ രാഹുകേതു മാറ്റം അവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാഹു 9ലേക്കും കേതു 3ലേക്കുമാണ് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുകേതു മാറ്റം കൊണ്ട് അവർക്ക് ഗുണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥയേക്കാൾ ഒന്നുകൂടി അവർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ഒരു ചെറിയ ഗുണം വന്നെങ്കിൽ രാഹുകേതു മാറ്റം ഒന്നും കൂടി ഗുണം ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 9ൽ സർപ്പൻ വരുന്നത് സർപ്പനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം മുടങ്ങി നിന്നവർക്ക് കല്യാണം നടക്കും. അതുപോലെ തന്നെ പ്രണയം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങും. ദാമ്പത്യ സുഖം കിട്ടും. ഇഷ്ടപ്പെട്ട അകന്നു നിന്നവരെല്ലാം വീണ്ടും അടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ വരാവുന്നൊരു സമയം. അതുപോലെ കേതു 3ലേക്ക് പോകുന്നതുകൊണ്ട് കേതുവിൻ്റെ അനിഷ്ടം അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ അതും ഒരു പരിധി വരെ നിങ്ങൾക്ക് വളരെ, അതായത് 4ലായിരുന്നു, അപ്പോൾ കുടുംബസ്ഥാനത്ത് വളരെ പ്രശ്നങ്ങൾ നിന്നിരുന്നെല്ലാം മാറും. കാരണം 3ലേക്ക് മാറി. അങ്ങനെ രാഹുകേതുക്കൾ ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. തൊഴിലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം. ഇപ്പോൾ നിലവിലുള്ള തൊഴിൽ മാറി പുതിയൊരു ജോലിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ബെറ്ററായ ജോലിയിലേക്കും ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്ററായ അവസ്ഥയിലേക്കും പോകാൻ കഴിയുന്നൊരു സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ധനക്ലേശ പ്രശ്നങ്ങളൊക്കെ കുറച്ച് മാറും. കടങ്ങളൊക്കെ കുറേശ്ശെ മാറി വരും. അതുപോലെ തന്നെ ധനപരമായിട്ടൊരു പുഷ്ടി ക്രമേണ വരും. പല വിധത്തിൽ ധനം സമ്പാദിക്കാനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. ഈ എപ്പോഴും നിങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് നല്ല കാലം വന്നാൽ ഉടനെ ലോട്ടറി അടിച്ച് 1ാം സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. കാരണം കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാളിനൊക്കെയാണ് ലോട്ടറി അടിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ മിഥുനത്തിൽപ്പെട്ട മകയിരം 3, 4 പാദക്കാർ, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 3 പാദം, ഇത്രയും ഉള്ളവരുണ്ട്. ഈ ഇത്രയും പേർക്കും കൂടെ ലോകത്ത് ലോട്ടറി അടിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ, അതായത് ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ലോട്ടറിയൊക്കെ എടുത്താൽ ഒരു ചെറിയ സമ്മാനങ്ങൾ ചിലപ്പോൾ അടിച്ചുവിടാനില്ല. അതുപോലെ തന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് ഗുണം വരാനുള്ള വഴികൾ തെളിഞ്ഞു വരും. പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പം, പ്രത്യേകിച്ച് ഈ 9ലേക്കൊക്കെ സർപ്പൻ വരുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പഴയകാല, നമ്മൾ ഒരുപാട് കാലം കാണാതിരുന്ന പഴയ നമ്മളെ കളിക്കൂട്ടുകാരെയോ സ്കൂൾ മേറ്റ്സിനെയോ കോളേജ് മേറ്റ്സിനെയൊക്കെ കണ്ടുമുട്ടും. അവരിലൂടെയൊക്കെ ഹെൽപ്പ് നമുക്ക് വരും. ഇങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് വരുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അപ്പോൾ അവരിലൂടെ പുതിയ ജോലികളോ സാധ്യതകളോ തേടി വരും. പിന്നെ നമ്മൾ ഈ നിലവിലുണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടബാധ്യതകൾ മാറുമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കെല്ലാം മാറില്ല. ക്രമേണ അത് തീർക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരും. അതുപോലെ സുഹൃത്തുക്കളെ കൊണ്ട് ഗുണം വരും. നമ്മൾ പിന്നെ ഓൺലൈൻ വഴിയോ അല്ലാതെയുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരെല്ലാം കുറച്ചുകൂടി നമ്മളോട് അടുക്കുകയും നമ്മളെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുത്ത് കൂടെ സഹകരിക്കാൻ തയ്യാറാവും. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള വസ്തു, സ്വത്ത് ഇതൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിലൊരു ഗുണം വരും. സർക്കാർ പരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം വരാനുണ്ടെങ്കിൽ വരും. കോടതിപരമായിട്ട് വരാനുള്ള ഗുണങ്ങൾ വരും. ഇതൊക്കെ വരുന്നൊരു സമയമാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ ധനകാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും വേണം. ധനകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് അധികരിക്കാതെ സൂക്ഷിക്കുക, ധൂർത്ത് ഒഴിവാക്കുക. പിന്നെ ധനത്തിൽ കുറച്ചൊരു മിച്ചം പിടിക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം, ഇല്ലെങ്കിൽ കയ്യിൽ നിൽക്കത്തില്ല. വിവാഹത്തിൽ നമ്മൾ ആദ്യം ഈ ചെറിയ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങ് നീങ്ങും. പിന്നെ വിവാദപരമായ ഒരു കാര്യത്തിലും വിചാടരുത്. വിവാദപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏഷണി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇതിലൊന്നും ഇടപെടരുത്. അത് നമുക്ക് പേരുദോഷവും നമുക്ക് കുറച്ച് മനക്ലേശം ഉണ്ടാക്കാവുന്നൊരു കാലമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ട. അതുപോലെ കേസ്, തർക്കം ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുടുംബ സ്വത്തിൽ തർക്കം ഉണ്ടായിരുന്നു, ഇതിലൊന്നും കടുംപിടുത്തം ഇല്ലാതെ നമ്മളൊരു സെറ്റിൽമെൻറ്റിന് തയ്യാറായാൽ അത് ഒരു എന്താ പറയുക, മനസ്സമാധാനത്തോടെ അത് ഒത്തുതീർപ്പിലാക്കി മനസ്സമാധാനം നേടാൻ പറ്റുന്നൊരു കാലമാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തണം അത്. പിന്നെ ഒരു കാര്യത്തിലും വാശിയും പകയും നല്ലതല്ല നമുക്ക്. പ്രത്യേകിച്ചും ഈ കൂറിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ തിരുവാതിര നക്ഷത്രക്കാർ പൊതുവിൽ കുറച്ച് വാശി കൂടുതലുള്ളവരാണ്. ആ വാശി നമ്മൾ ഉപേക്ഷിച്ചാൽ ജീവിതം ഒരുപാട് രക്ഷപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചതി വരാതെ സൂക്ഷിക്കുക. അതായത്
പുതിയ പുതിയ സൗഹൃദങ്ങൾ, പുതിയ പുതിയ എന്താ പറയുക, ഓൺലൈൻ കൂട്ടുകാർ, അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് എത്തുന്നവരിൽ നിന്നുള്ള ഇത് നമ്മളെ ബാധിക്കാതെ സൂക്ഷിക്കുക. എല്ലാവരിലും നമ്മളെന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് അല്പം എല്ലായിടത്തും ഇട്ടേക്കുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് 100% ഒന്നിനെയും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപങ്ങളിൽ ഇടപെടുന്നവരുണ്ട്. അതായത് ഓഹരി, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും പണം മുടക്കി പണം എടുക്കാൻ നിൽക്കുന്നവർ, അതിനൊക്കെ നല്ല സമയമാണ് ഇപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച്. അതുപോലെ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില വെല്ലുവിളികൾ അതിജീവിക്കാനും അതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ ഒരു ഗുണവും, അതായത് ജീവിതം നമ്മൾ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ശ്രദ്ധിച്ച് ദൈവാധീനത്തോടെ കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ധനവും ഐശ്വര്യവും നിലനിർത്താൻ പറ്റുന്ന ഒരു നല്ല കാലമാണ്. ഇത് ഉപയോഗപ്പെടുത്തുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഇതിൽ ചാരവശാൽ താൽക്കാലിക ഫലമാണ് പറയുന്നത്, നമ്മുടെ ജാതകമാണ് നമ്മളെ കുറച്ച് കൂടുതൽ എത്ര നമ്മൾ വിജയിക്കില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ ജാതക ചിന്ത വേണ്ടി വന്നാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഒരാഴ്ചയോളം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം കൺസൾട്ടിങ്ങിന് കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ്. അതിന് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വളരെ ദൈവികമായി നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തന്നോളാം. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ. രാഹുകേതുക്കൾ സാധാരണ മാറിയാൽ 18 മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും. അതായത് 1.5 വർഷത്തെ മാറ്റമാണ് രാഹുകേതുക്കൾക്കുള്ളത്. രാഹുകേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും രാഹു കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും. അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്, മുന്നോട്ടല്ല. സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന, അവരെ പൊതിയാൻ പറ്റുന്ന ഒരു ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. അതായത് നമുക്ക് അറിയാം, നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവ്വജന്മ ദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കാളസർപ്പയോഗം. അത് ഇതുപോലെ ഗ്രഹണമാണ്. അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ, അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല, അതിനേക്കാൾ കാഠിന്യമാണ് രാഹുകേതു ദോഷം, പിന്നെ ഗുളിക ദോഷം. അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവങ്ങളത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന 3 ദോഷങ്ങളെന്ന് പറയുന്നത്, ഒന്ന് രാഹുകേതു ദോഷം, ഗുളിക ദോഷം, പിന്നെ വ്യാഴ പിഴവ്. ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹുകേതു മാറ്റത്തെക്കുറിച്ച് ചാരവശാലുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം, ശനിയോടൊപ്പം മീനത്തിലാണ്. അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത്. അതുപോലെ കേതു നിൽക്കുന്നത് എവിടെയാണോ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത്. അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത്. കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത്. അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും. അപ്പോൾ രാഹുവും കേതുവും 18-ാം തീയതി മാറിയാൽ രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾ ഗുണമാണ്. അതായത് വിവാഹം, പ്രണയം, നമ്മുടെ ദാമ്പത്യം, വിദേശം, അനവധി ഭാഷകളും പഠനവും, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹുകേതുക്കൾ. കേതുവിനെ സംബന്ധിച്ച് കേതുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ്, ചതവ്, ഒടിവ്, സർജറി, ചെറിയ ചെറിയ വീഴ്ചകൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ രാഹുകേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും കേതുവിൻ്റെ കാര്യത്തിൽ. രാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ, നാഡീ സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി.